ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു കോഫ്ത കറിയാണ് ചെയ്യുന്നത്. പ്രോൺസ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കോഫ്ത കറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ ഈ കറി എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് പ്രോൺസ് കോഫ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാമോളം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ ഒട്ടും വെള്ളം പാടില്ല. നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒരെണ്ണമാണ് ചേർക്കുന്നത്. 3-4 അല്ലി ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 2-3 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയിട്ട്, വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ചെമ്മീൻ പേസ്റ്റ് പോലെ അരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, അതേസമയം ജസ്റ്റ് ഒന്ന് അരയന്നെ വേണം. അപ്പോൾ നമുക്കൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് വിപ്പിംഗ് മോഡിലിട്ട് കറക്കിയെടുത്താലും മതി. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം. കോഫ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോൺസ് ചെമ്മീൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ബൗളിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ ഒന്ന് വല്ലാതെ പേസ്റ്റ് പോലെ അരയേണ്ട, അതേസമയം ഒന്ന് തരിതരിപ്പാവും വേണം. ആ ഒരു പരുവത്തിൽ ഈ തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ബൗള് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, സെയിം ബൗളിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്യട്ടെ. തേങ്ങ ഒരല്പം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ചെറിയ ഒരു 3-4 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ കണക്കിന് നമുക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ, ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതാ കുറച്ച് തേങ്ങ പ്രോൺസിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ബാക്കി ഈ തേങ്ങ ഉണ്ടല്ലോ, ഇത് നമ്മൾ കറിക്ക് അരക്കില്ലേ, നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ പിഴിയല്ല, അരച്ചെടുത്ത് മാറ്റി വെക്കണം. തേങ്ങ അരച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ ഈ തേങ്ങ പ്രോൺസിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിനി ഈ പ്രോൺസ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് കറിയിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോൺസും തേങ്ങയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ഗ്രേവിയല്ലേ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഗ്രേവിക്കുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം, അതായത് ഗ്രേവി തയ്യാറാക്കാം. നമ്മൾ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, ചെറിയ മാങ്ങയാണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തിട്ടിടാം. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് കറി വെക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവോള ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പകുതി സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും സവോള ഇടുന്നില്ല. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഈ മാങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം, അതിനാവശ്യമായിട്ടുള്ള വെള്ളം. അതായത് ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു മാങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അധിക സമയം ഇതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങി, കണ്ടോ, നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രോൺസ് ഇല്ലേ, അത് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തീ കുറയ്ക്കാൻ പാടില്ല, നല്ല തിളയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഉരുളകൾ പൊടിഞ്ഞു പോകും. അങ്ങനെ എല്ലാ ഉരുളകളും ഇട്ട് കൊടുക്കാം.
തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഉരുളകളും ഇട്ട് കൊടുത്തു. പതുക്കെ ഇളക്കി കൊടുക്കാം. തീ നല്ലതുപോലെ കൂട്ടിയിടണം. നേരത്തെ പറഞ്ഞതുപോലെ തിളയ്ക്കുന്ന ആ ഒരു ഗ്രേവിയിലേക്ക് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കോഫ്ത അല്ലെങ്കിൽ പ്രോൺസിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുപോലെ ഇതൊക്കെ ചേർത്ത് ഒക്കെ നല്ലതുപോലെ കുക്കായതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഈ ഒരു ബോൾസിലേക്ക് ഈ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ആവട്ടെ. നല്ലതുപോലെ തിളച്ച ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിട്ട് ഇതിൽ കിടന്നിട്ട് ആ പ്രോൺസൊക്കെ ഒന്ന് കുക്കാവട്ടെ കേട്ടോ. പ്രോൺസൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രോൺസിൽ ഉപ്പ് ചേർത്തതാണ്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മാങ്ങയുടെ പുളിയും അതുപോലെ നിങ്ങൾ ചേർക്കുന്ന തേങ്ങയുടെ അളവും ഒക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഈ ഗ്രേവി ഒന്ന് വറ്റിക്കോട്ടെ. നമ്മുടെ പ്രോൺസൊക്കെ നല്ലതുപോലെ കുക്കായി, മാങ്ങയും കുക്കായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റി കണ്ടോ, നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. കാരണം നമ്മൾ പ്രോൺസ് അരച്ച അതേ ബൗളിലാണ് തേങ്ങ അരച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇപ്പം തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തേങ്ങ നല്ലതുപോലെ അരച്ചാലാണ് ഇങ്ങനെ കിട്ടുക കേട്ടോ. ഇതൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറി ഇതാ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് സാധാരണ മീൻകറി ചെയ്യുന്നത് പോലെ ഉള്ളി കാച്ചിയിടാം. അതല്ല നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും കൂടെ വെച്ചിടുകയാണ് ഇഷ്ടമാണെങ്കിൽ, ആ ഒരു ടേസ്റ്റിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ എന്തായാലും ഉള്ളി കാച്ചാൻ പോവാണ്. പ്രോൺസ് ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6-7 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാടൻ സ്റ്റൈലിലല്ല നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൊരിയട്ടെ. ഉള്ളി വറുത്തിടുമ്പോൾ നല്ലതുപോലെ മൊരിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുക. ഉള്ളി മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ അത്യാവശ്യത്തിന് എരിവിൽ തന്നെയാണ് കറി വെച്ചിരിക്കുന്നത്. ഒരു കളറിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരല്പം ഉലുവയുടെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉലുവയുടെ പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു കോഫ്ത കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റ് മീൻ കറികളൊക്കെ ഉള്ളി കാച്ചുന്ന പോലെ തന്നെ ഇനി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി എപ്പോഴും പറയുന്ന പോലെ കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോഴാണ് ആ ഒരു ഉള്ളിയുടെ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കോഫ്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് കോഫ്ത, അതായത് ചെമ്മീൻ ബോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ കണ്ട് കഴിക്കാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കേണ്ട. വളരെ നാടൻ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് വലിയ ചെമ്മീനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.